ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ നിർണായക FIR. ശ്രീകോവിൽ കട്ടിലപ്പാളി മോഷണത്തിൽ 2019 ദേവസ്വം ബോർഡും പ്രതിപട്ടികയിൽ. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ഭരണസമിതി 8ാം പ്രതിയാണ്. ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും 3ഉം 4ഉം പ്രതികളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ഭരണസമിതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിജിലൻസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് FIR. ശബരിമല വക ഉരുപ്പടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശിയത് ബോർഡിന്റെ വീഴ്ചയെന്നും വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. തട്ടിപ്പിന് പിന്നിൽ ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശവും സമ്മർദ്ദവും ഉണ്ടെന്നും അന്വേഷണ റിപ്പോർട്ട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ബോർഡിനെതിരെ തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്യുന്നു. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മല കയറുകയാണ്. പ്രതിക്കൂട്ടിലാകുന്നു ദേവസ്വം എന്നാണ് ഹോട്ട് യാൻ ടോക്ക് ചോദിക്കുന്നത്. CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് S. മനോജ്, കോൺഗ്രസിൽ നിന്ന് രാജു P. നായർ എന്നിവരാണ് ചർച്ചയ്ക്ക്. ആദ്യം അഡ്വക്കേറ്റ് S. മനോജിലേക്ക്. അഡ്വക്കേറ്റ് S. മനോജ്, ഈ പ്രത്യേക അന്വേഷണ സംഘം SIT അവരുടെ 2ാമത്തെ FIR-ലാണ് ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരിക്കുന്നത്. 8ാം പ്രതിയാണ് ആ FIR-ൽ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് പ്രതിയാകുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസാധാരണ സാഹചര്യം തന്നെയല്ലേ? ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ ആകുമ്പോൾ സർക്കാരും ദേവസ്വം വകുപ്പും കൂടിയൊക്കെയല്ലേ ജനങ്ങളുടെ മനസ്സിൽ പ്രതിക്കൂട്ടിൽ കയറുക? അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ക്ലാരിറ്റി വേണ്ടത്. ഒന്ന്, ഒരു സെക്കൻഡ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അതോ ഫസ്റ്റ് FIR ഇടാൻ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫസ്റ്റ് FIR-ന്റെ ഭാഗമായി ഇതുവരെ ക്ലബ് ചെയ്ത് അന്വേഷിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും എത്തിയിട്ടില്ല. ഒന്ന്, ഈ കട്ടിലപ്പടിയുടെ കാര്യത്തിലാണ്, ഈ കട്ടിലയുടെ കാര്യത്തിലാണ് സെക്കൻഡ് FIR ഉള്ളത്. ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് അക്കാര്യത്തിൽ ഈ കാര്യം കൂടി ഇതിനോട് ചേർത്ത് അന്വേഷിക്കണമെന്നാ. അത് വ്യക്തമായിട്ട് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലാണല്ലോ അന്വേഷണം ആരംഭിച്ചത്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ദേവസ്വം വിജിലൻസ് കൊടുത്ത ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദ്വാരപാലക ശില്പത്തിനോടൊപ്പം തന്നെ സൈഡ് ഫ്രെയിംസ് ആൻഡ് ലിൻഡൽ, ഈ രണ്ട് ഭാഗം, അതായത് മറ്റ് കട്ടളപ്പടി വരുന്ന ഭാഗങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചേർത്ത് അന്വേഷിക്കണമെന്ന് SITയോട് തന്നെയാണ് നിർദ്ദേശം കൊടുത്തത്. അപ്പം അത് 2ാമതൊരു FIR-ന്റെ അടിസ്ഥാനത്തിലാണോ അതോ ഫസ്റ്റ് FIR-ൽ തന്നെ ഇതുകൂടെ ക്ലബ് ചെയ്ത് അന്വേഷിക്കണോ എന്ന കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഒന്ന്. രണ്ട്, ദേവസ്വം ബോർഡ് സ്വാഭാവികമായി അതെന്താണ് അതിങ്ങനെ വന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവിൻ്റെ ഭാഗങ്ങളോ അല്ലെ FIR-ന്റെ പ്രാഥമികമായ കുറ്റച്ചുരുക്കമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗം എന്താണ് പറയുന്നത്? എന്തായാലും ഒരു FIR-ൽ പ്രതിയാണ് എന്നുള്ളത് മാത്രമായി ഒരാൾ കുറ്റവാളിയാകുന്നില്ല. ഒന്ന്. രണ്ട്, ഗവൺമെൻറ്റിനകത്തൊരു ഒബ്ലിഗേഷൻ വരുന്നില്ല. കാരണം ഗവൺമെൻറ്റിന് ഉള്ളി സൂപ്പർവൈസറി പവറേ ഉള്ളൂ. സൂപ്പർവൈസറി പവർ എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് ദൈനംദിന കാര്യത്തിലുള്ള സൂപ്പർവൈസറി പവറല്ല. ദേവസ്വം ബോർഡ് ശബരിമല നടപ്പാക്കുന്ന കാര്യങ്ങളിൽ വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്ത് ശബരിമലയിലെ കാര്യങ്ങളെല്ലാം സുഗമമായി നടത്തുക, ശബരിമലയ്ക്ക് ആവശ്യമായ മറ്റ് സഹായങ്ങൾ ചെയ്യുക. ദേവസ്വം ബോർഡിനാണ് അതിൻ്റെ പൂർണ്ണാധികാരം. ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഒരിടപെടലും ഇല്ല. ഗവൺമെൻറ് ഒരു കാര്യവും അതിനകത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താ? ഇപ്പോൾ ശബരിമല തീർത്ഥാടനം വരുമ്പോൾ ദേവസ്വം വകുപ്പ് മാത്രം വിചാരിച്ചാൽ ആ തീർത്ഥാടനം സുഖമായി നടക്കില്ല. അപ്പോൾ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യേണ്ടത്? വിവിധ വകുപ്പുകളെ, ഇപ്പോൾ പോലീസാണെങ്കിലും അവിടുത്തെ വാട്ടർ അതോറിറ്റിയാണ്, റവന്യൂ വകുപ്പുണ്ട്, അങ്ങനെ വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്ത് ഈ തീർത്ഥാടനം സുഗമമാക്കുന്നതിന് വേണ്ട പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക, അതിനുവേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ വേണമെങ്കിൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക, അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വൃത്തിയാക്കി ചെയ്തു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഗവൺമെൻറ് ഉത്തരവാദിത്തം. മറിച്ച് ഗവൺമെൻറ്റിനകത്ത് മറ്റ് തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും ഗവൺമെൻറ് ഉത്തരവാദിത്തമില്ല. അതൊക്കെ ചെയ്യുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ. ഗവൺമെന്റിന് എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ കഴിയുക, മനോജ്? ഇക്കാര്യത്തിൽ നമുക്കറിയാം, ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചത് സർക്കാരാണ്. ശബരിമലയിലെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് മേനി നടിക്കുന്നത് സർക്കാരാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിന് അതിൻ്റെ ക്രെഡിറ്റ് മാത്രം എടുത്താൽ മതിയോ? അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതല്ലേ സർക്കാർ?
ഈ മണ്ഡല മകരവിളക്ക് കാലത്തൊക്കെ കൃത്യമായി അവിടെ കാര്യങ്ങൾ നടന്നു, തീർത്ഥാടനം ഭംഗിയായി നടന്നു എന്ന് പറഞ്ഞ് സർക്കാർ ഭരണ നേട്ടത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നതാണല്ലോ. അപ്പോൾ കുഴപ്പങ്ങൾ വരുമ്പോൾ അതും ഏറ്റെടുക്കണ്ടേ സർക്കാർ? സർക്കാർ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യുന്നത്. ഗവൺമെൻറ് എന്താ ചെയ്തത്? ആഗോള അയ്യപ്പ സംഗമം ഗവൺമെൻറ് വിളിച്ചു എന്ന് പറയുന്നത് തന്നെ പ്രാഥമികമായി നമുക്ക് പിശകാണ്. ആഗോള അയ്യപ്പ സംഗമം തീരുമാനിച്ചതും നടപ്പാക്കിയതും ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് നടപ്പാക്കിയ കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും സഹായം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഗവൺമെൻറ് ചെയ്തത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സമയം തന്നെ ഏതാണ്ട് 58 ലക്ഷം തീർത്ഥാടകരാണ് അവിടെ എത്തിയത്. പക്ഷേ വരാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കോടിക്കണക്കിന് ആളുകൾ വരാൻ സന്നദ്ധരായി വരും. നാളെ അതിൻ്റെ തീർത്ഥാടകരുടെ എണ്ണം കൂടും. ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിന് കൂടുതൽ തീർത്ഥാടകർ വന്നാൽ അതിനുള്ള പശ്ചാത്തല സൗകര്യം ശബരിമലയിൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ഭക്തർക്ക് ലഭ്യമാക്കുന്ന നിലയിൽ ആ തീർത്ഥാടനത്തെ സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. അത് ആലോചിച്ചപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്താ? അത് സുഗമമായി നടത്തിക്കൊണ്ടു പോകാനും അതിന് ഭാവിയിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ പിന്തുണയും കൊടുത്തു. അത് ശരിയാണ്. അതുപോലെ തന്നെ മുമ്പേ ഇവിടെ സൂചിപ്പിച്ച പോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പിന്നെ നേട്ടങ്ങൾ മാത്രമല്ല ഗവൺമെൻറ് എടുക്കുന്നത്. ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കണം. കാരണം ശബരിമലയിലെ പിന്നെ ദൈനംദിന കാര്യങ്ങൾക്കൊന്നും ഗവൺമെൻറ് ഉത്തരവാദിത്തമല്ല. അതൊക്കെ ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമാണ് ചെയ്യുന്നത്. ദൈനംദിന പ്രവർത്തനങ്ങൾ അതിനുവേണ്ട സഹായം ചെയ്യാൻ മാത്രമാണ്. രാജു പി നായർ, ഇതിനകത്ത് ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ ബോഡിയല്ലേ? ഈ ദേവസ്വം ബോർഡിനെ 8ാം പ്രതിയാക്കിയാൽ എങ്ങനെയാണ് സർക്കാർ ഉത്തരം പറയേണ്ടി വരിക എന്നുള്ളതാണ് ആവർത്തിച്ച് ഭരണപക്ഷത്തുള്ളവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ല ലക്ഷ്മി, എന്തായാലും ഈ ഓരോ ദിവസത്തെ ചർച്ചയെടുത്ത് നമ്മളിനി ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് ചെയ്യണം. അപ്പോഴാണ് ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കുക. കാരണം ആദ്യം CPM എടുത്തത് നിലപാട് അത് സ്വർണ്ണമായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആരോ ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് പറഞ്ഞ് അതൊഴിഞ്ഞു. പിന്നെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു. അല്ല ക്ഷമിക്കണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥർ കൂടി അതിനകത്ത് വന്നു. അത് കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് വന്നു. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിനെയും കൈയൊഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും CPMൻ്റെ നേതൃത്വം ഓരോരോ ഘടകങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ CPMൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ പ്രതികളാവും. ഒരു സംശയവും വേണ്ട. കാരണം നടന്നിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആസൂത്രിതമായ കൊള്ളയാണ്. ആസൂത്രിതമായ കൊള്ള. ഇതൊന്നും അറിയാതെ അല്ലല്ലോ G. സുധാകരൻ പറഞ്ഞത്. ഒരുപക്ഷെ മടിയിൽ കനമില്ലാതിരുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇക്കാലത്ത് അദ്ദേഹമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കൊള്ളയിൽ നമ്പർ 1 ആണെന്ന് G. സുധാകരൻ പറഞ്ഞത്. ആ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു മന്ത്രി നിലയ്ക്ക് അവിടെ നിന്ന് അകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. ആ പാർട്ടിക്കകത്തു നിന്ന് ഇന്നോവ വരാതെ ഇത്രയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നു. നോക്കൂ, എന്താ ഇതിനകത്തെ പ്രശ്നം? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ശബരിമലയിൽ ഒരു ദിവസം ഹരിവരാസനം ചൊല്ലി നടയടച്ചു കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞ് പോയപ്പോൾ ദണ്ടും രുദ്രാക്ഷമാലയൊക്കെ സമർപ്പിച്ച് അയ്യപ്പനെ ഉറക്കാൻ കിടത്തി പോയപ്പോൾ സ്ക്രൂ ഡ്രൈവറായിട്ട് ചെന്ന് അഴിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണോ ഈ പാളി? അല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് 2019 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം അന്ന് കീഴ്ശാന്തിക്കാരൻ്റെ പരികർമ്മിയായിരുന്ന ശബരിമലയിലെ കീഴ്ശാന്തിക്കാരൻ്റെ പരികർമ്മിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് ദേവസ്വം ബോർഡ് അവരുടെ ഉത്തരവിൽ പേരുൾപ്പെടെ അടിച്ചുകൊണ്ട് അതിനകത്ത് ചെമ്പ് പാളി കൊടുത്തേക്കെന്ന് പറഞ്ഞു. കോടതി എന്താ ചോദിച്ചത്? കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ്. 2019 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ സ്വർണം ക്ലാഡഡ് ആയിട്ടുള്ള സ്വർണം പാളികൾ കൊടുത്തയക്കുമ്പോൾ അതിനെ ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചത് തന്നെ ഗൂഢാലോചനയാണ്. ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചത് ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എങ്ങനെയാണ് ഉത്തരവിറങ്ങിയ? എക്സിക്യൂട്ടീവ് ഓർഡർ അല്ലല്ലോ. അവിടുത്തെ വളരെ കൃത്യമായിട്ട് ബോർഡ് കൂടി ബോർഡിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താ? അത് ദേവസ്വം മാനുവലിൻ്റെ ചട്ടങ്ങളുടെ ലംഘനമല്ലേ? അത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ചട്ടമുണ്ടല്ലോ. അപ്പോൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ് ഇത്രയും വിശ്വാസപരവും സാമ്പത്തികവും വൈകാരികവുമായ മൂല്യമുള്ള ആ പാളികൾ അവിടെ കൊടുത്തുന്നതിന് അത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടുകയാണ്. 39 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചെന്നൈ ചെല്ലുന്നത് ഇല്ലേ? എന്താ കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി മറ്റാർക്കോ വലിയ കോടീശ്വരന്മാർക്ക് വലിയ തുകയ്ക്ക് വിറ്റു. എന്നിട്ട്
പകരം മറ്റൊരു സാധനമാണ് അവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞില്ലേ. ഈ ഇത്രയും കള്ളത്തരം ഇതിനകത്ത് നടക്കണമെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിചാരിച്ചാൽ നടക്കുമോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ നടക്കുമോ? ഒരാൾ വിചാരിച്ചാലും നടക്കില്ല. അവിടെ കൃത്യമായി ആസൂത്രിതമായ കൊള്ള നടന്നു. ആസൂത്രിതമായ കൊള്ളയുടെ ഏറ്റവും ആദ്യത്തെ തെളിവാണ് 2019 ഉത്തരവ്. അതല്ലെങ്കിൽ CPM പ്രതിനിധി എന്നോട് പറയണം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ദേവസ്വം ബോർഡ് ആ പേരച്ചടിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള വിശ്വാസ്യത എന്താണ്? ഇന്നിപ്പോൾ കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ദേവസ്വം ബോർഡ് ആ പേര് അച്ചടിച്ചുകൊണ്ട് 2019 ഉത്തരവിറക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിങ്ങൾ കണ്ട വിശ്വാസ്യത എന്താണ്? കീഴ്ശാന്തിക്കാരൻ്റെ പരികർമ്മിയായിരുന്ന ഒരാൾക്കാണോ ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുക? പിന്നെ നോക്കൂ, ഇതിന് ചെമ്പ് തെളിഞ്ഞു അല്ലെങ്കിൽ ഇത് പ്രശ്നമായി. ആ വിജയമല്യ പൂശിയ അതിൻ്റെ താഴികക്കുടം മൂലം താഴത്തേക്ക് അതിൻ്റെ റൂഫ് വരെ ഉള്ളിടത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ സ്വർണം കട്ടളയും പാളിക്കും ദ്വാരപാല ശില്പത്തിലാണ് കുഴപ്പം. അടിച്ചു മാറ്റാൻ പറ്റിയാലേ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടി അത് ഈ പ്രവർത്തനം ചെയ്ത ആൾക്കാർ വരെ പറഞ്ഞല്ലോ, അത് ഒരു കാരണവശാലും അത്തരത്തിൽ മങ്ങിപ്പോവാൻ സാധ്യതയില്ല. കൈ പിടിക്കുന്ന എവിടെയെങ്കിലും മാത്രമേ അതിനൊരു ഡാമേജ് വരാൻ സാധ്യതയുള്ളൂ, അല്ലാതെ ഒരു ഡാമേജ് വരില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് അയ്യപ്പൻ്റെ സ്വത്ത് അവിടെ നിന്ന് ആസൂത്രിതമായി കൊള്ള ചെയ്ത് കൊണ്ടുപോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് മാത്രമല്ലല്ലോ, പിന്നീട് വന്ന ദേവസ്വം പ്രസിഡന്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് പ്രശാന്ത് വന്നല്ലോ. 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ CPMന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ഇത്തരത്തിലുള്ള കള്ളത്തരം അറിഞ്ഞുകൊണ്ട് മറച്ചുവെച്ച് 2025 പ്രശാന്തിന്റെ കാലത്ത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ CPMന്റെ ഉന്നത നേതൃത്വം അറിയാതെ പറ്റുമോ? CPM ഉന്നത ഇത് പാർട്ടി നേതൃത്വം അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത് അത് രാഷ്ട്രീയ നിയമനമാണല്ലോ. ഇന്ന് പത്മകുമാർ തന്നെ പറഞ്ഞത് ഇതിനകത്ത് എങ്ങനെയാണ് 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി മാത്രം എങ്ങനെയാണ് കുറ്റക്കാരായി വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം മുനവച്ച് പറയുന്നുണ്ട്. അന്വേഷിക്കട്ടെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഞാൻ മാത്രമല്ല എന്ന് പറയുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അതിനകത്ത് തന്ത്രി അടക്കം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ തന്ത്രി ആരാണ് എന്ന് അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുള്ളും മുനയും വച്ച് പത്മകുമാർ ചിലത് പറയുന്നുണ്ട്. അതിനർത്ഥം കൂടുതൽ പേർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നത് തന്നെയല്ലേ? അദ്ദേഹത്തെ മാത്രം ഒറ്റയ്ക്ക് ഇതിനകത്ത് ഈ പ്രതിപട്ടികയിൽ ആക്കി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ലക്ഷ്മി നമ്മൾ ഈ കാര്യത്തിലൊരു ഡിസ്കഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ 17ാമത്തെ പേജ് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മി കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്, വി റീട്രേറ്റ് ദാറ്റ് വൈൽ ഫ്രീഡം ഓഫ് പ്രസ് ഈസ് വൈറ്റൽ, ഇറ്റ് കനോട്ട് മ്യൂട്ടേറ്റ് ഇൻ ടു എ പാരലൽ അഡ്ജുഡിക്കേറ്ററി ഫോറം. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മി പറഞ്ഞത്, ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ ലംഘനമായി നമ്മുടെ ചർച്ച മാറാൻ പാടില്ല. കാര്യം ഹൈക്കോടതി വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അതിനകത്ത് മറ്റു കാര്യങ്ങളുണ്ട്. കോർട്ട് നമുക്ക് അത്യാവശ്യം ഹൈക്കോടതി ജഡ്ജിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ജഡ്ജിമെൻ്റ് 17ാമത്തെ പേജിൽ 17ാമത്തെ പാരഗ്രാഫിൽ 8ാം പേജിലെ 17ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഉത്തരവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കോടതി പ്രൊസീജിയറിനെ കുറിച്ചോ മറ്റോ ഇവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ സംഭവിച്ചിട്ടുള്ള അതുവരെയുള്ള നമുക്ക് ഈ കോടതി വിധി SITയുടെ അന്വേഷണത്തിന് വരുന്നതിന് മുന്നേ തന്നെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ഈ സ്പോൺസർമാരെ സംഘടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ വരുമാനമൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വന്തം നിലയ്ക്ക് ആ വിധത്തിലുള്ള ഇത്രയും വലിയ പണികൾ അവിടെ ചെയ്യുവാനുള്ള വരുമാനമില്ല എന്നുള്ള കാര്യം. അപ്പോൾ സ്പോൺസർമാരെ ഇദ്ദേഹം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു പ്രവണതയ്ക്കൊക്കെ തുടക്കമായത് എപ്പോൾ മുതലാണ്? അത് 2019 മുതലല്ലേ അത് സംഭവിച്ചിരിക്കുന്നത്. അത് മറ്റൊരു ഭരണകാലത്ത് ഇപ്പോൾ പല സർക്കാരുകളും ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ പോലും CPMന് അത് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? മറ്റെപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഇങ്ങനെ ആളുകളെ സ്പോൺസർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു കൊള്ള നടന്നിട്ടുണ്ട് അവിടെയെന്ന്? ലക്ഷ്മി, ഞാനത് പറഞ്ഞല്ലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു,
ഹൈക്കോടതിയെ സംബന്ധിച്ച് 10/9, 12/9, 15/9, 17/9, 29/9 അവസാനമായി 6/10 ചില ഓർഡറുകൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം റെഫർ ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനം 6/10 ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനകത്ത് ഹൈക്കോടതി വളരെ വ്യക്തമായി പറയുന്നു, വി റിക്വസ്റ്റ് ദി മീഡിയ ടു അഡ്ഹർ ടു ദി റെക്കോർഡ്സ് ആൻഡ് ദി ഓർഡേഴ്സ് ഓഫ് ദിസ് കോർട്ട്സ് എൻഷ്യൂ partisan narratives and refrain from unnecessary marking heroes of individuals who are constitutionally or legally bound to discharge their duties. മറ്റൊരു കാര്യം പറയുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ഇൻ മാറ്റേഴ്സ് സബ് ജുഡീസ് dissemination is not unfettered. The media bears a duty to ensure accuracy and to avoid infringing the rights of the accused. അതായത് കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകളുടെ കൂടി അവകാശങ്ങളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് വേണം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മളിടയ്ക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി ഒരു പരാമർശം, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പറ്റിയോ ബോർഡിലെ ആരെ പറ്റിയോ ഒരു പരാമർശം നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത് ശരിയാണെന്ന അഭിപ്രായക്കാരത്തിൽ എനിക്കില്ല. അത് പറയണ്ട, അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാം. എങ്കിലും ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയാമല്ലോ, സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയാമല്ലോ മനോജ്. ഇതിനകത്ത് സർക്കാർ എന്താണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി വന്നതിന് പിന്നാലെയും പറയുന്നത്, സർക്കാരും കോടതിയും ഒരേ പക്ഷത്താണ് ഉള്ളത് എന്ന് പറയുന്നു. വളരെ നല്ല കാര്യം, ഒരേ പക്ഷത്തുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അപ്പോഴും പറയുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നത് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഒരു ഫ്ലോറിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ആ ഒരു വിഷയം പറ്റാത്തത് മനോജ്? അതാണ് കറക്റ്റ് ചോദ്യം. എന്താ വെച്ചാൽ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആഗോള അയ്യപ്പ സംഗമവും മോഷണവുമായി ഒരു ബന്ധമില്ല. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇതുവരെ ഉള്ളതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം ആരൊക്കെ ചേർന്നു, ആരൊക്കെയാണ് ഗൂഢാലോചന പങ്കാളിയായത്, ഇതൊക്കെയാണ് അന്വേഷണത്തിന് വിധേയമാകേണ്ടത്. അതിനകത്ത് ഗവൺമെൻറ് വളരെ അസന്ദിഗ്ധമായി അക്കാര്യം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഭാവി ശബരിമലയുടെ വികസനത്തിനാവശ്യമായ ഒരു പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. അതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യം. അതിന് ഈ പണാപഹരണമായിട്ടോ മറ്റു കാര്യങ്ങളുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല. പക്ഷേ അത് ഉയർന്നു വന്ന ഘട്ടം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യം അന്വേഷണത്തിന് വിധേയമാകണം. ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ എന്താ അതിന് മുമ്പ് ഉയർന്നു വരേണ്ടതാണല്ലോ. ആഗോള അയ്യപ്പ സംഗമം 20-ാം തീയതി നടക്കുന്നു, 17-ാം തീയതി ഉയർന്നു വരുന്നു. അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ. ഗവൺമെന്റ് നിലപാട് വളരെ വ്യക്തമായി ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു. ആ പ്രോസസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അതൊരു ഗൂഢാലോചനയാണെന്ന് പറയാൻ പറ്റുമോ? സത്യത്തിൽ ഇതൊരു ഗൂഢാലോചന എന്ന് പറഞ്ഞ് അതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റലല്ലേ സർക്കാർ ചെയ്യുന്നത്? അത് കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നു, കോടതിയുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടിയായിട്ടല്ലേ അദ്ദേഹം പറയുന്നത് പീഠം കാണാനില്ല എന്ന് പറഞ്ഞ്? അതൊരു നിൽക്കക്കള്ളിയില്ലാത്ത ഒരു പറച്ചിലല്ലേ ഒരു മനുഷ്യന്റെ? അതെങ്ങനെയാണ് ഗൂഢാലോചനയായി മാറുന്നത്? അതിനെ ഒരു ഗൂഢാലോചനയായി ചിത്രീകരിച്ച് പറയുന്നു. അത് ഈ ഏറ്റവും ഒടുവിൽ പോലും സർക്കാർ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായി നിൽക്കുമ്പോൾ പോലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് അതാണ്, ദേവസ്വം മന്ത്രി പറയുന്നത് അതാണ്. അതെങ്ങനെ സാധിക്കും? ഞാൻ പറയാം. എൻ്റെ കയ്യിൽ ഞാനൊരു സാധനം വെച്ചിട്ട് ആ സാധനം കാണുന്നില്ല എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. ഞാൻ പറയേണ്ടിരുന്നത് എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി പറയേണ്ടിരുന്നത് എന്താ? ഈ പീഠം എന്നെ ഏൽപ്പിച്ചിട്ട് ഇതുവരെ ദേവസ്വം ബോർഡ് തിരിച്ചു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ഭാഗം ശരിയാണ്. തൻ്റെ സുഹൃത്തായ വാസുദേവൻ്റെ കയ്യിലും വാസുദേവൻ വഴി സഹോദരിയുടെ വീട്ടിൽ ഇരുന്ന് കൊണ്ടുവച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു വസ്തു അത് കാണാതെ പോയി എന്ന് പൊതു മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അതാണ് അന്വേഷിക്കേണ്ടത്. അത് വ്യക്തമല്ലേ? അതെല്ലാവർക്കും അറിയാമല്ലോ സംഭവിച്ചത്. സർക്കാരിനോടുള്ള വിരോധം രണ്ടിനെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെയാണെങ്കിൽ സർക്കാരിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടാവട്ടെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പരിശോധിച്ചാൽ. അതിനകത്ത് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അന്വേഷണത്തിൽ വരേണ്ട കാര്യമാണ് ആ കാര്യങ്ങളൊക്കെ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് അത്തരത്തിലൊരു അഭിപ്രായം അവിടെ പോയി പറയാൻ കാരണം? അതെന്താണ്? ആ സമയത്ത് തന്നെ അങ്ങനെ ഒരു കാര്യം, തൻ്റെ കൈ വെച്ചിരിക്കുന്ന കാര്യം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കാണുന്നില്ല എന്ന് ഒരു പരസ്യ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ പിന്നിലെ ചേതവികാരം എന്താണെന്നൊക്കെ അന്വേഷണത്തിൽ വിധേയപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്താണെങ്കിലും അന്വേഷണ സംഘം ഇപ്പം നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്.
ഇതുകൂടാതെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ വിശ്വാസികളായ ആളുകൾ കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും വിശ്വാസത്തിൻ്റെ പേരിലും ശരിയായി ഒക്കെ കൊടുത്ത നിരവധി പരാതികളുണ്ട്. ഈ പരാതികളെല്ലാം DGP ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ക്ലബ് ചെയ്താണ് ഒറ്റ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് തോന്നുന്ന കാര്യം. അതിന്റെ വ്യക്തത എനിക്കില്ല. തന്നെയാണ് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ FIR തന്നെയാണ്. രാജു പി നായർ, ഇതിനകത്ത് ഈ ഗൂഢാലോചന വാദം പറയുന്നത് സത്യത്തിൽ ഒരു ശ്രദ്ധ മാറ്റുന്നതിനുള്ള നടപടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കേണ്ടെന്നും ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് വരേണ്ട കാര്യമില്ല. ഈ ഏത് ഘട്ടത്തിലാണ് ഇദ്ദേഹം ഇത് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്, രാജു പി നായർ? ലക്ഷ്മി, വളരെ കൗതുകമുണ്ട്. കാരണം CPMന്റെ പ്രതിനിധി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ പേരെടുത്തപ്പോൾ അല്ലേ, നമ്മൾ അനന്തഗോപന്റെയും പത്മകുമാറിൻ്റെയൊക്കെ പേരെടുത്തപ്പോൾ ഹൈക്കോടതിയുടെ വിധിയുടെ 17-ാം പേജ് എടുത്തിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ പേരുകൾ പോലും പറയുന്നത് കോടതി അലക്ഷ്യമാണെന്ന് പറഞ്ഞ് വാദിച്ചു. പക്ഷേ എന്നിട്ട് ആ കോടതിയുടെ ഉത്തരവിൽ തന്നെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആക്രമിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമല്ലേ? ആരെയാണ് CPMന് സംരക്ഷിക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഒരേ ഇതിൽ ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പറയാം, പക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കുറിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ കോടതി ഇലക്ഷനാവും. എന്നിട്ട് ലക്ഷ്മിയും നമ്മളെ കൂടി അങ്ങ് ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്യാണ്. ഇതങ്ങ് പറഞ്ഞാൽ ഇപ്പം അങ്ങ് കോടതി ഇലക്ഷനായി പോകുക എന്നുള്ളത്. ഉണ്ടെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പറ, കോടതി ഇലക്ഷൻ്റെ ഒരു കേസ് എനിക്കെതിരെ കൂടി എടുക്കാൻ പറ. പത്മകുമാർ, അനന്തഗോപൻ, വാസവൻ, പ്രശാന്ത്, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ കള്ളന്മാരാണ്. അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ടുപോയി നാട്ടുകാരുടെ മുമ്പിൽ അയ്യപ്പനെ വിൽപ്പന ചരക്കാക്കിയ പെരുങ്കള്ളന്മാരാണ്. അദ്വൈതം എന്ന് പറഞ്ഞൊരു സിനിമ ഓർമ്മയില്ലേ? അദ്വൈതം സിനിമയിലെ ജയറാമിൻ്റെ റോളാണ് ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. ജയറാമിൻ്റെ റോള്, കട്ടത് ജയറാമിൻ്റെ റോള് ഇല്ലേ? ഈ ജയറാമിനെ കൊണ്ട് മോഷണം നടത്തിക്കുന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രമുണ്ട്. അതാണ് മാറി മാറി വന്ന ദേവസ്വം പ്രസിഡന്റുമാർ. ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന സോമൻ അവതരിപ്പിച്ച ശേഖരൻ എന്നൊരു കഥാപാത്രമുണ്ട്. അതാണ് പിണറായി വിജയൻ്റെ റോള്. പിണറായി വിജയൻ അറിയാതെ കേരളത്തിലെ ദേവസ്വത്തിൻ്റെ 3 പ്രസിഡന്റുമാർ, 2 മന്ത്രിമാർ ഈ കൊള്ള നടത്തില്ല. ദേവസ്വം ഈ നാട്ടിലെ അമ്പലങ്ങളെ കൊള്ളയടിക്കാൻ CPM നടത്തിയിരിക്കുന്ന പ്ലാന്റെ ഭാഗമാണ്. അത് ശബരിമല മാത്രമല്ല, ഏറ്റുമാരുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, മറ്റു പല സ്ഥലങ്ങളുണ്ട്. കൊള്ളയാണ്. പറ്റുമെങ്കിൽ CPM പതി എനിക്കതിനെ കൊണ്ടൊരു കോടതി ഇലക്ഷൻ കേസ് അങ്ങോട്ടേ കൊടുത്തോ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ കേസ് പോയിട്ട് പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തി. ഞാൻ ഒരു ഒറ്റ ചോദ്യം CPMന്റെ പ്രതിയോട് പറയുന്നു. അയ്യപ്പൻ്റെ മുതൽ ഒരു പീഠം കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവസാനം അയാളുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന് എടുത്തു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നട്ടലിന് പകരം വാഴ അല്ലെങ്കിൽ നട്ടലാണുണ്ടെങ്കിൽ അന്ന് മോഷണക്കുറ്റത്തിന് കേസെടുക്കണ്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ? ഇത്രമാത്രം ജനങ്ങളുടെ വിശ്വാസമുള്ള ശബരിമലയിലെ ഒരു പീഠം അയാൾ കൊണ്ടുപോയിട്ട് അയാൾ വിശ്വാസവഞ്ചന നടത്തി അയാളുടെ സഹോദരനെ വീട്ടിൽ കൊണ്ടേ വെച്ചു എന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ, ദേവസ്വത്തിന്റെ വിജിലൻസ് പോയി കണ്ടുപിടിച്ചാൽ അന്ന് മോഷണക്കുറ്റത്തിന് കേസെടുക്കണ്ടേ? മനോജ്, ഇക്കാര്യത്തിൽ അന്ന് തന്നെ കേസെടുത്തില്ല എന്നുള്ളത് വിഷയം തന്നെയാണ്. ഇത് വച്ച് നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് കാര്യം തന്നെയാണ്. അപ്പോൾ അന്നൊക്കെ പറഞ്ഞിരുന്നത് ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം ആണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു ക്രിമിനൽ സംഗതി അവിടെ നടന്നാൽ ലക്ഷ്മി അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, അല്ല ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ ലക്ഷ്മി, പറഞ്ഞു തീർക്കട്ടെ എന്ന് മാത്രമല്ല, 2022 കോടതിയിൽ പറഞ്ഞിരിക്കുന്ന 2022 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതിന്റെ തിരിച്ചു വന്നപ്പോൾ തൂക്ക വ്യത്യാസം കണ്ടു എന്നുള്ളത് കോടതി പറഞ്ഞാണ് ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ. 2022 ഈ കൊണ്ടുപോയതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്തുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല? എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല? അതെങ്ങനെയാണ് വരുന്നത്? ദേവസ്വം ബോർഡിന് ചെയ്തു കൊടുക്കുന്ന അയ്യപ്പന് വേണ്ടി കൊടുക്കുന്ന മുതൽ ഇല്ലേ? അയ്യപ്പൻ എന്താ ഈ രാജ്യത്തെ മുഴുവൻ ദേവതകളെയും മൈനർ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്? എന്താ മൈനർ സ്റ്റാറ്റസ്? ദേവന്റെ സ്വത്ത് പുറത്ത് ക്രയവിക്രയം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയ്യപ്പന് വരുന്ന സ്വർണത്തിന് ഗ്യാരണ്ടിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അതിനകത്ത് ഇത് വരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഗ്യാരണ്ടി വരുന്നത്? ദേവസ്വം ബോർഡ് അറിയാതെയാണോ ഇത് ചെയ്യുന്നത്? ദേവസ്വം ബോർഡ് ഇത്രമാത്രം അറിയാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആരാ ലക്ഷ്മി വിശ്വസിക്കുക? അയ്യപ്പന് കൊടുത്ത മുതലിന് വാറണ്ടിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി
എന്നിട്ട് ആ പേര് പറഞ്ഞ് 2025 വീണ്ടും വിളിച്ചു വരുന്നു. ആര്? 2022 ഇതേ ദേവസ്വം ബോർഡിന്റെ കമ്മീഷൻ ഉൾപ്പെടെ കണ്ട് സ്വർണം കൊള്ളത്തരം നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആരോട്? എന്നിട്ട് അവിടുത്തെ യോഗദണ്ഡ് കെട്ടണം. അപ്പോൾ വേദന ദേവസ്വം പ്രസിഡന്റ് പറയണം പുറത്തൊന്നും പോകണ്ട, എൻ്റെ മകൻ ചെയ്യും. ഇത് എന്താണ് ലക്ഷ്മി നടക്കുന്നത്? സ്വന്തം മകന് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവിടെ ഒരു കേസ് എടുത്തില്ല. അത് കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറയുമ്പോഴും ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. സ്വർണം കാണാതാകൽ അടക്കമുള്ള സംഗതികളുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ടും നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ ദേവസ്വം ബോർഡുകൾ പ്രതിക്കൂട്ടിൽ കയറാൻ കാരണം. അത് നമുക്ക് ആ FIR-നെ മാത്രം അടിസ്ഥാനമാക്കാതെ സംസാരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അതങ്ങനെ തന്നെയാണ്. പ്രതിക്കൂട്ടിലാണ് ദേവസ്വം ബോർഡ് ഇവിടെ. ലക്ഷ്മി, ഇവിടെ ലക്ഷ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ, എങ്ങനെയാണ് ഇതിലേക്കൊരു അന്വേഷണം വരുന്നത്? ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ജില്ലാ ജഡ്ജിയുടെ സ്പെഷ്യൽ കമ്മീഷണറായ ശ്രീമാൻ ജയകൃഷ്ണ സാറ് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10/9/2025 ഹൈക്കോടതി സംബന്ധിച്ച് പരിശോധിക്കാൻ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഉത്തരവുകൾ പലതുണ്ടെന്ന്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗ്യാസ് അടിച്ച് പോയിട്ട് കാര്യമില്ല, വസ്തുത പറയണമല്ലോ. 10/9 ഒരു ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിക്കുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ദേവസ്വം വിജിലൻസ് അത് പരിശോധന തുടങ്ങുകയും അത് പരിശോധന തുടങ്ങിയപ്പോൾ തനിക്ക് പിടി വീഴുന്ന ഉള്ള ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടം വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പ്രസ്താവന നടത്തുന്നു, ഇത് കാണാനില്ല എന്ന് പറയുന്നു. എനിക്ക് തന്നത് എങ്ങനെ കൈ നടത്തുന്നത്? തൻ്റെ കൈവശം വെച്ചോണ്ട്. ഹൈക്കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു കാര്യത്തിൽ നാളെ കേരള പോലീസ് ഒരു FIR ഇട്ട് എന്താ പറയാൻ പോകുന്നത്? ഹൈക്കോടതിയുടെ പരിഗണന ഇരിക്കുന്ന കാര്യത്തിൽ FIR ഇട്ട് ആ കേസിനെ അട്ടിമറിക്കാൻ പിണറായി വിജയൻ ഇടപെട്ടു, ഇതല്ലേ പറയുള്ളൂ? അങ്ങനെ FIR ഇടേണ്ട കാര്യമില്ലല്ലോ. അന്ന് മുതലേ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഗവൺമെൻറ് നിലപാട് അന്നും ഇന്നും സുവ്യക്തമാണ്. ഹൈക്കോടതി എടുക്കുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മുഴുവൻ പേരും പറഞ്ഞു, ഹൈക്കോടതി ഇത് സംബന്ധിച്ചെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ ശിരസാ വഹിക്കും. ഗവൺമെന്റിനും ഹൈക്കോടതി നിലപാടിന് വ്യത്യസ്തമായ ഒരു നിലപാട് ഗവൺമെന്റിനില്ല. ഹൈക്കോടതി എപ്പോഴാണോ FIR ഇടാൻ പറഞ്ഞത് ആ സമയം തന്നെ FIR ഇട്ടു. ഹൈക്കോടതി എപ്പോഴാണോ ദേവസ്വം കമ്മീഷണറോട് DGPക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞത് ആ പരാതി കൊടുത്തു. ഇക്കാര്യത്തിൽ ഒരു ഹൈക്കോടതി നടപടിക്കായി കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ കാര്യത്തിലൊക്കെ തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരെ മലയിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ പിക്ചറിലേക്ക് ED കൂടി വരികയാണ്. ആരാണ് ഈ കേരളത്തിലേക്ക് ED-യൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് മനോജ്? ED കൂടി ഇതാ അന്വേഷിക്കാൻ പോവുകയാണ്. ലക്ഷ്മി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ക്ഷണിച്ചുകൊണ്ട് വരുന്നത് ED അന്വേഷിക്കട്ടെ. ED കേരളത്തിൽ ഒരുപാട് കേസുകൾ അന്വേഷിച്ചല്ലോ. നമ്മുടെ എയർപോർട്ടിൽ കൂടെ സ്വർണം കടത്തിയ കേസ് അന്വേഷിച്ചു, കരുവന്നൂർ ബാങ്ക് കേസ് അന്വേഷിച്ചു. എന്ത് റിസൾട്ടായ ലക്ഷ്മി ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത്? എന്താ ഗുണം ഉണ്ടായിട്ടുള്ളത്? തോമസ് ഐസക്കിനെതിരായിട്ടൊരു കേസ് അന്വേഷിച്ചു. ED കേരളത്തിൽ അന്വേഷിച്ച കേസിനകത്ത് ഉണ്ടായ റിസൾട്ടോടൊന്ന് പറയൂ. ED അന്വേഷിച്ചു ഇവിടുത്തെ ജനങ്ങൾക്ക്. കേരളത്തിന്റെ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ആയുധം മാത്രമാണ് ED. അതാണ് പ്രശ്നം. കേരളത്തിൽ രാഷ്ട്രീയം കളിക്കാൻ ED-യെ ഇറക്കുവാനുള്ള ഒരു വഴി തുറന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി ശബരിമല വഴിയും ഒരു വഴി. കേരളത്തിലെ ED രാഷ്ട്രീയ ആയുധമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസ്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസ്, കരുവന്നൂർ ബാങ്ക് കേസ്, എത്ര കേസുകൾ ED അന്വേഷിച്ചു? എന്തെങ്കിലും റിസൾട്ട് ഈ നാട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞോ? ED പല്ലില്ലാതെ കടിക്കുന്ന പട്ടിയാന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടില്ലേ? ശരി, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു ഇടയ്ക്ക്, അതുകൂടി എനിക്ക് ഒരു മിനിറ്റ്. എന്തായാലും ED രാഷ്ട്രീയ ഉപകരണമാണെന്ന് പറയുന്ന CPM-ന്റെ പൊതുവെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കോൺഗ്രസിനായിട്ട് കേന്ദ്ര സർക്കാർ എപ്പോഴും ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധമാണ് ED. ആ ED മുഖ്യമന്ത്രി പിണറായി വിജയന് യോഗി ആദിത്യനാഥിന് കൊടുക്കാത്ത പരിരക്ഷയാണ് കൊടുക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ മകന് ഇഡിയുടെ നോട്ടീസ് കൊടുത്തിട്ട് ആ ചോദ്യം ചെയ്യലിന് പോലും ഹാജരാവാതിട്ട് ഒരു നടപടി എടുക്കാത്ത യോഗി ആദിത്യനാഥിന് കിട്ടുമോ ഈ പരിരക്ഷ? BJPയുടെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് കിട്ടുമോ ഈ പരിരക്ഷ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകന് കിട്ടുമോ പരിരക്ഷ? രാജു നായർ, അത് നമ്മുടെ ഈ ചർച്ചാ വിഷയത്തിന് പുറത്തുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഈ വിഷയത്തിലും ഇഡിയെ കേരളത്തിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം, ബാധ്യത സർക്കാരിനുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടുത്തെ കൊള്ള, അവിടെ സംഭവിച്ച കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ മേൽനോട്ടക്കുറവ് എന്നുള്ളതേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഏതായാലും അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എസ് മനോജ്. ഒപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി രാജു പി നായർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.